സൂര്യനായകനായി എത്തിയ കറുപ്പ് ബോക്സ് ഓഫീസ് ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടികളാണ് ചിത്രം നേടിയത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1 കോടി ടിക്കറ്റുകൾ ചിത്രത്തിന്റേതായി വിറ്റുപോയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. തമിഴ് സിനിമയിൽ ഏറെ ആരാധകരുള്ള സൂര്യയുടെ സമീപകാല സിനിമകളെടുത്താൽ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ട വിജയം നേടിയിട്ടില്ലെന്ന് കാണാം. കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹത്തിന് പറയാൻ കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വലിയ ബജറ്റിലും ക്യാൻവാസിലുമൊക്കെ സൂര്യയുടെ താരമൂല്യം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള ചിത്രങ്ങൾ ഇക്കാലയളവിൽ ഇറങ്ങിയിരുന്നെങ്കിലും ഒന്നും തന്നെ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു സൂര്യ ചിത്രം തിയേറ്ററുകളെ ഇളക്കിമറിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ബിഗസ്റ്റ് ഹിറ്റായി മാറിയ കറുപ്പാണ് നിലവിലെ ചർച്ചാ വിഷയം. RJ ബാലാജി സംവിധാനം ചെയ്ത ചിത്രം ഡിവോഷണൽ ഫാന്റസി ആക്ഷൻ ഡ്രാമ ഗണത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. മെയ് 15-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. സൂര്യ ആരാധകർക്ക് പോലും റിലീസിന് മുൻപ് ഈ സിനിമയിന്മേൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യ ഷോകൾക്കപ്പുറം ചിത്രത്തിന്റെ തലവര തന്നെ മാറി. പോസിറ്റീവ് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതിനു പിന്നാലെ ബോക്സ് ഓഫീസിൽ ചിത്രം കുതിച്ചുപായുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് OTT റൈറ്റ്സുകൾ വിറ്റുപോയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നെറ്റ്ഫ്ലിക്സിനാണ് കറുപ്പിന്റെ OTT റൈറ്റ്സ് ലഭിച്ചത്. സീ തമിഴിനാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായത്. ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3-ാം വാരവും കടന്ന ചിത്രം 300 കോടിയിലേറെ നേടി തേരോട്ടം തുടരുകയാണ്. കറുപ്പിന് മുൻപ് സൂര്യയുടെ ഏറ്റവും വലിയ ഹിറ്റായ സിംഗം 2-വിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഡബിൾ മാർജിനിലാണ് തൂക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 150 കോടിയോളം രൂപ ചിത്രം സ്വന്തമാക്കി. ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് കൂടെ കറുപ്പ് നേടിയെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1 കോടി ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റഴിച്ചിരിക്കുന്നത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന സൂര്യയുടെ ആദ്യ ചിത്രം കൂടിയാണ് കറുപ്പ്. കോവിഡിന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന 5-ാമത്തെ ചിത്രവും. ലിയോ, വിക്രം, അമരൻ, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയവയാണ് ലിസ്റ്റിലെ മറ്റു ചിത്രങ്ങൾ. 1 കോടി ടിക്കറ്റുകൾക്ക് പുറമെ മറ്റൊരു പ്രത്യേക നേട്ടവും കറുപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചെന്നൈ രോഹിണി മൾട്ടിപ്ലക്സിൽ നിന്ന് മാത്രം 1 ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റുപോയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തമിഴ് സൂപ്പർ താരം വിജയുടെ കോട്ട എന്നറിയപ്പെടുന്ന തിയേറ്ററാണ് രോഹിണി മൾട്ടിപ്ലക്സ്. കറുപ്പിന് മുൻപ് ഇവിടെ നിന്ന് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോയത് വിജയ് ചിത്രം ലിയോയ്ക്കാണ്. ലിയോയുടെ 75,000 ടിക്കറ്റുകളാണ് ഇവിടെ നിന്ന് വിറ്റുപോയത്. ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് കറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. നിർമ്മാതാവിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പറഞ്ഞ ദിവസം പ്രദർശനം നടത്താൻ ചിത്രത്തിന് സാധിച്ചില്ല. 30 കോടിയിലേറെ തന്റെ കയ്യിൽ നിന്ന് നൽകിയാണ് സൂര്യ ഈ ചിത്രം പുറത്തിറക്കിയത്. വൻ വിജയമായതിന് പിന്നാലെ കറുപ്പിന്റെ അണിയറ പ്രവർത്തകർക്ക് സൂര്യ മഹീന്ദ്ര BE6 കാർ സമ്മാനമായി നൽകിയിരുന്നു. ക്യാമറമാൻ GK വിഷ്ണു, എഡിറ്റർ കലേവാണൻ, സംഗീത സംവിധായകൻ സായി അഭ്യങ്കർ എന്നിവർക്കാണ് സൂര്യ കാർ സമ്മാനിച്ചത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷ കൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഇരുവരും ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലുമായാണ് കറുപ്പിലെത്തുന്നത്. ഇന്ദ്രൻസ്, നാട്ടി, സ്വാസിക, അനഘ മായ രവി, ശിവദ, സുപ്രീത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നിരവധി ഹിറ്റുകൾക്ക് പിന്നാലെ യുവ സംഗീത സെൻസേഷനായ സായി അഭ്യങ്കറാണ് കറുപ്പിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കലേവാണനാണ് കറുപ്പിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. അത്ഭുതകരമായ ആക്ഷൻ കൊറിയോഗ്രഫിയിലൂടെ രാജ്യത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച 3 സ്റ്റണ്ട് കോർഡിനേറ്റർമാരായ അൻവർ, വിക്രം മോർ ജോഡികളാണ് കറുപ്പിലെ ഉയർന്ന നിലവാരമുള്ള ആക്ഷൻ സീക്വൻസുകൾ നിർവഹിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെ പ്രദർശനം തുടരുന്ന ചിത്രം 350 കോടിയോളം രൂപ സ്വന്തമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.